ഇന്നും പവിത്രമായി സൂക്ഷിക്കുന്ന മാവേലിത്തറകളിലെവിടെയോ മാബലിവൻ പ്രത്യക്ഷമായി. അസന്തുലിത കാലാവസ്ഥയുടെ ഇരയായ ഭൂമിയിൽ ചംക്രമണം നിലച്ച കാലഘടികാരം അദ്ദേഹത്തെ എത്തിച്ചത് ഒരു കർക്കിടക പ്രഭാതത്തിൽ. കാലം തെറ്റിവന്ന പ്രജാസമത്വത്തിന്റെ ഛത്രപതിക്ക് കാണാനെമ്പാടും ദുഃഖങ്ങൾ മാത്രം. കഥ ഇവിടെ തുടങ്ങി. ഭഗവാനെ വിഷ്ണുദേവ, കാത്ത് രക്ഷിക്കണേ, സമസ്ത അപരാധങ്ങളും പൊറത്തു തരണേ. അങ്ങേരാണ് ഇങ്ങേരോട് അപരാധിച്ചത്, എന്നിട്ട് അങ്ങേരോട് മാപ്പിരക്കുന്ന കിഴങ്ങൻ. ബോഡി ഗാർഡ് വക്ര, വര തനിക്ക് തീരെ ഭക്തിയില്ലാണ്ടായിരിക്കണു. തിരുമേനി, പാതാളം ഭരിക്കുന്നത് സാത്താന്മാരാണേ, ഞാൻ അവന്മാരെ തൊഴുതാ പോരെ. എന്നാലും ഭരണത്തിലുള്ള ഫണ്ട് വരുന്നത് ദേവന്മാരല്ലേ? രണ്ട് ടീമും ശുദ്ധ ഉടായ്പാണ്. ഇപ്പൊ തിരുമേനിയുടെ കാര്യം തന്നെ എടുക്കാം. ഒന്ന് താടി പഠിക്കാൻ ഒരു സെറ്റ് ബ്ലേഡിനായി 6 മൈൽ അയച്ചു. അതിലെനിക്കും വിഷമമുണ്ട് വക്ര. ആണ്ടിലൊരിക്കലല്ലേ നാം പ്രജകളെ കാണാൻ ഒന്ന് മെനയായിട്ട് വരുന്നത്. ഇത്തവണ അതും കഴിയത്തില്ല. നാം പാതാള ഭരണം വിട്ടത് മഹാവിക്ഷിത്തമായി പോയടോ. സത്യം. തിരുമേനി, നല്ലോണം നേരം വെളുത്തല്ലോ. കഴിഞ്ഞ വർഷം നാം ഇതിലും നേരത്തെ എത്തിയതല്ലേ? പാതാള വണ്ടി ലേറ്റായോ? അതിന് വണ്ടി എന്നാ പറയാ, ഒരു നരക ശകടം. നമുക്ക് ഭൂമിയിലേക്ക് വരാൻ ഒരു പുതിയ വാഹനം വാങ്ങിത്തരാൻ എത്ര കാലമായി അപേക്ഷിക്കുന്നു. അയ്യോ, ഞാനത് മറന്നു. അതിന് റിപ്ലൈ വന്നിട്ടുണ്ട്. അതായത് ദേവലോകവും പാതാളവും കണ്ണി കണ്ടവൻ്റെ എന്നൊക്കെ കടമാച്ച് മുടിഞ്ഞത് കൊണ്ട് തിരുമേനിക്ക് പുതിയ വണ്ടി വാങ്ങണ്ടെന്നാ തീരുമാനം. അപ്പോ അവർക്ക് ആഴ്ചയിൽ വണ്ടി മാറുന്നതോ? കാരണവന്മാർക്ക് അടുപ്പിലും ആവാന്ന. തിരുമേനി, എന്തായാലും ഇരുട്ടതിന് മുമ്പ് നമുക്കൊരു ഓട്ടോപ്രേഷൻ നടത്തി തിരിച്ചു മടങ്ങാം. സമയത്തിനങ്ങനെ കൂട്ടിക്കയറ്റിയില്ലെങ്കിൽ ഇടി എനിക്കാവും കിട്ടുക. എടോ വക്ര, കൂട്ടിക്കയറ്റാൻ നാമെന്താ സിംഹവാലൻ കുരങ്ങാണോ? മാപ്പാക്കണം തിരുമേനിയെ. കഴിഞ്ഞ ഓണത്തിന് നീയൊക്കെ എന്തൊക്കെയായിരുന്നു തള്ളി മറിച്ചത്. അടുത്ത തവണ വേടന്റെ റാപ്പ് കോപ്പ്, ഏഷ്യയിലെ ഏറ്റവും വലിയ അക്തം. രാത്രി നമ്മൾ കമ്മിറ്റിക്കാർക്ക് സ്കോച്ച് ഒഴിച്ച് പാർട്ടി. അത് അജയന് മാട്ട റമ്മിന്തുവരത്ത് പറഞ്ഞതല്ലേ, അതങ്ങ് ക്ഷണിച്ചളെ. അങ്ങനെ നീയൊക്കെ അജയണ്ണനാക്കിയൊന്നും വേണ്ട. പരിപാടിയൊക്കെ നടന്നേനെ. കഴിഞ്ഞ തവണ മിച്ചം വന്ന 4000 രൂപ ഉണ്ടായിരുന്നതിൽ കണ്ടല്ലോ. അത് വെച്ചിട്ട് സുഖമായിട്ട് റെസിപ്റ്റ് നോട്ടീസ് പഠിക്കാനും. ഞായറാഴ്ച ദിവസം കൂച്ചാൻ പൈസ ഇല്ലാതെ 300-400 ഒക്കെ നീയൊക്കെ വലിച്ച്. കൂച്ചാൻ ഞാൻ മാത്രമല്ലല്ലോ ഉണ്ടായിരുന്നത്, നിങ്ങളും ഉണ്ടായിരുന്നല്ലേ. വെറുതെ ഇരുന്ന് ചൊറിയല്ലേ. എന്തായിരുന്നാലും ഇത്തവണത്തെ ഓണാഘോഷം മൂഞ്ചി. ആരെങ്കിലും പ്ലംബർ ബാബുവിന്റെ പയ്യന്മാരത്ത് പറ, നമ്മളെ ഏരിയ കയറി പിരിച്ചോളെ. അവന്മാരെ പരിപാടിയെങ്കിലും പൊളിച്ചോട്ടെ. പ്രസ്സി കൊടുക്കാനുള്ള അഡ്വാൻസ് പൈസ ആയിട്ട് അജയേട്ടൻ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുമേനി ഇങ്ങനെ ഒച്ചിന്റെ വേഗത്തിൽ നടന്നാല് തെക്കും വടക്കുമായി കിടക്കുന്ന 10-700 കിലോമീറ്റർ നമ്മൾ എങ്ങനെ കവർ ചെയ്യും? ഒടുക്ക എന്നെ കുറ്റം പറയരുത്. പഴയതുപോലെ ആംബിയർ ഇല്ല വക്ര. അതിനാണ് എക്സസൈസ് വേണമെന്ന് പറയണത്. പണ്ട് തിരുമേനി 6 പാക്ക് ആയിരുന്നല്ലോ. 6 അല്ല 8. ഇന്ത്യാവലി സ്വർഗത്തിലേക്ക് പോയ ശേഷം നമുക്കൊരു താല്പര്യമില്ല. ഇനി അഥവാ താല്പര്യം ഉണ്ടെന്ന് വെച്ചാലും പാതാളത്തിൽ പ്രോട്ടീൻ പൗഡർ കിട്ടണ്ടേ? അതിനൊരു വഴിയുണ്ട് തിരുമേനി. കേരളത്തിൽ ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ നടപ്പുണ്ട്. അവിടെ പ്രോട്ടീൻ പൗഡറിന്റെ മേളയില്ലേ? ബിഗ് ബോസോ? അതെന്താ? കുടുംബ സദസ്സുകളിൽ ആണും പെണ്ണും തുണിയില്ലാണ്ട് വന്ന് തെറി വിളിക്കുന്ന ഒരു പരിപാടിയാണ്. എന്താ പോണ അശ്രീകരം. നമ്മുടെ ദേവരാജൻ ഇന്ദ്രൻ ഒരൊറ്റ എപ്പിസോഡ് വിടാറില്ല. സ്വർഗത്തില് മെസ്സേജ് കൊണ്ടുപോയപ്പോൾ ഞാൻ പല തവണ കണ്ടിട്ടുണ്ട്. ഈ 2 പീസ് തരുണീമണികളെ കാണാൻ എന്താ ഒരു ചേലി. വഷളൻ, വഷളൻ. പരസ്യതകളെ കുറിച്ച് ഇങ്ങനെ അപരാധം പറയരുത് കേട്ടോ. അപരാധികളെ കുറിച്ച് അപരാധമല്ലാതെ എന്ത് പറയാൻ തിരുമേനി? ഇടോ വക്ര, വരുന്ന വഴിയിലെല്ലാം കേരളം നമ്പർ 1 എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ. അതെന്താ സംഭവം? ഈ തിരുമേനിക്കൊരു ചുക്കും അറിയില്ല. കേരളം ഏതിലാണ് നമ്പർ 1 അല്ലാത്തത്? വിലക്കയറ്റത്തിൽ നമ്പർ 1, തൊഴിലില്ലായ്മയിൽ നമ്പർ 1, വെള്ളമടിയിൽ നമ്പർ 1, കഞ്ചാവിൽ നമ്പർ 1, പിന്നെ രാസലഹരിയിൽ നമ്പർ 1. എന്തിനേറെ തേങ്ങ വിലയിലും വെളിച്ചെണ്ണ വിലയിലും വരെ നമ്പർ 1. തെമ്മാടിത്തരം പറയാതല്ലോ. കേരളത്തില് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കും വിലയോ?
എന്റെ തിരുമേനി കേരം തിങ്ങും എന്നത് മാറ്റി ഇപ്പൊ ബംഗാളി തിങ്ങും എന്നാക്കിയ വിവരവും തിരുമേനി അറിഞ്ഞില്ലേ? അല്ല, പറഞ്ഞു വരുമ്പോ അങ്ങം വരത്തനാണല്ലോ. അതെന്താടോ താൻ മുനവെച്ച് സംസാരിക്കുന്നത്? തമിഴ്നാട്ടിലെ മഹാബലിപുരം എന്നൊരു ദേശം ഉണ്ടെന്നും അവിടെ വെച്ചാണ് അങ്ങ് യാഗം നടത്തിയതെന്നും ഒരു ശ്രുതിയുണ്ട്. എടോ വെഡ്ഡി, അതും നമ്മുടെ ടെറിട്ടറി ആയിരുന്നു. എന്നാലും കൺഫ്യൂഷൻ തീരണല്ലോ തിരുമേനി. പറഞ്ഞ എന്നെ ഈ പണിയിന്ന് മാറ്റാൻ തിരുമേനി മെയിൽ അയക്കൂ. ഇല്ല, താൻ ധൈര്യമായിട്ടൊക്കെ പറഞ്ഞോ. അങ്ങനെയാണെന്ന് വെച്ചാൽ പരശുരാമൻ മഴുവറിഞ്ഞാണല്ലോ കേരളം ഉണ്ടാക്കിയത്. അതിലും തനിക്ക് സംശയമാണോ? അങ്ങനെയാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമാണ് പരശുരാമൻ. പിന്നെങ്ങനെ മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമായ വാമനൻ അങ്ങയെ ചവിട്ടി താഴ്ത്തി? ഡോ വക്ര, തനിക്ക് തന്റെ പിതാവിന്റെ കാര്യത്തിൽ തന്റെ അമ്മയെ സംശയമുണ്ടോ? ഏയ്, ഞാൻ എന്റെ അച്ഛന്റെ മുറിച്ച മുറിയ. എന്നാൽ എന്റെ കാര്യത്തിലും തനിക്ക് സംശയം വേണ്ട. മനുഷ്യൻ ചരിത്രവും മിത്തിനെയും പല തരത്തിലും നിർവചിക്കും, അത്രയുള്ളൂ. ഹായ്, നമ്മുടെ പ്രജകളിലെ യുവതലമുറയാണല്ലോ ആയിരിക്കുന്നത്. ആ, തിരുവോണമായിട്ട് തലപ്പത്ത് കളിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. തേങ്ങയാണ് തേങ്ങ. അവന്മാര് പിരിവെടുത്ത് വെള്ളമടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ആ ദൃശ്യക്കുരുവും അദൃശ്യക്കുരുവും തന്റെ കയ്യിൽ ഉണ്ടല്ലേ? ഓ, എന്നാ നമ്മളെ അങ്ങ് ദൃശ്യമാക്കിക്കോളൂ. എന്നാ വേണമെങ്കിൽ തലപ്പന്ത് കളിക്ക് നമുക്കും കൂടാലോ. ഇതെന്തോന്ന് കർക്കിടമാവേലിയോ? പ്ലംബർ ബാബു പണി തുടങ്ങിയിട്ടുണ്ട്. അളയാ കറക്റ്റ്. അളയാ നമ്മളെ പിരിക്കാനുള്ള പരിപാടിയാണ്. എന്നാ നമുക്ക് ഇടിച്ച് തൂറിക്കണം അവനെ. അജയണം വന്നടാ. പ്രസിപ്പ് പോകാനുള്ള പൈസ കിട്ടി, വാ പോയിട്ട് വരാം. പ്രസി പോകുന്നതിന് മുമ്പ് ഒരു പണിയുണ്ട് അജയണ്ണ. അയ്യോ ശരി തന്നെടേ, നമ്മുടെ ശാന്തേച്ചിയുടെ വീട് ബാങ്കുകാർ ജപ്തി ചെയ്ത് താക്കോലും കൊണ്ടുപോയി. അവരാണെങ്കിൽ ചാവുന്നെങ്കിൽ ആ വീട്ടുമുറ്റത്ത് കിടന്ന് ചാവുന്ന ഒരേ വാശി. വാ നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അല്ല അതല്ല, പ്ലംബർ വാങ്ങുന്നതിന്റെ ടീമുകൾ പണി തുടങ്ങി. ദോ അത് നോക്ക്. അവര് കലിപ്പിലാണെങ്കിൽ നമ്മൾ ഡബിൾ കലിപ്പിലാണ്. അടി എഴുമ്പത്തേക്കാണ് കാപ്പി അടിച്ചെന്നാണ്. കണക്ക് പിരിവിൽ വെച്ചാ മതി. നിർത്ത്. തൽക്കാലം ഓണം കഴിയും വരെ അടിയും പിടിയൊന്നും വേണ്ട, തല്ലണ്ട, നമുക്ക് വിരട്ടി അങ്ങ് വിടാം. എന്താ പ്രജകളെ, നമ്മയും ബോഡി ഗാർഡ് വക്കണയും കണ്ട് പേടിച്ചോ? ആ, പേടിച്ചവ മുള്ളേം ചെയ്തു. തിരുമേനി, ചെക്കന്മാര് നമ്മളെ ആക്കിയതാണോ? ആളെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആണോ? താടി ഉള്ളത് കൊണ്ട് മനസ്സിലാകാത്തതാ. കുഞ്ഞുങ്ങളെ, നാം മഹാബലിയാണ്. പൊന്നും ചിങ്ങത്തെ തിരുവോണായിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വന്നതാ. ഇവനാരടാ കർക്കിടക മാസത്തിൽ പൊന്നും തിരുവോണം? എന്റെ ലക്ഷ്മിപതേ, നാം എന്തായി കേൾക്കണം? കർക്കിടക മാസമോ? ഓവർ ആക്ടിങ് വേണ്ട. പിള്ളേര് കൈവയ്ക്കണ്ടെങ്കിൽ വന്ന വഴിക്ക് പൊയ്ക്കോ. കൈവയ്ക്കുകയോ? അതെന്തിന്? പ്ലംബർ ബാബു നിന്നെയൊക്കെ വിട്ടതാണെന്ന് നമുക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം. ഓണമായിട്ട് നമുക്ക് അകത്ത് കിടക്കാൻ വയ്യ. ഓടാ ഓടാ. അയ്യോ, പോ, പോ. ഹലോ, ആ പറടാ. ആ, അയ്യോ, നീ അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്ത്. ഞങ്ങളിതാ എത്തി. എന്താടാ? ശാന്തേജി തൂങ്ങി മരിക്കാൻ വേണ്ടി പോവാ. നമ്മൾ പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആരാ കുഞ്ഞുങ്ങളെ തൂങ്ങാൻ പോകുന്നത്? നിന്റെ കുഞ്ഞമ്മ. അയ്യോ, തിരുമേനി അവന്മാർക്ക് ഭ്രാന്താണ്, ഓടിക്കോ. ഹായ് ബഡ്ഡീസ്, പേപ്പട്ടി മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ എവരെയും ഞെട്ടിക്കാനായി ഒരു ആത്മഹത്യ ലൈവായി നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ് ഗൈസ്. എന്തോന്നടേ ഇത്? ഇതാണ് നമ്മുടെ സ്വന്തം ശാന്തേച്ചി. ബാങ്കുകാർ വീട് ജപ്തി ചെയ്തതിന്റെ പേരിൽ ഉടുതുണിക്കും മറുതുണിയില്ലാതെ ശാന്തേച്ചി കെട്ടിത്തൂങ്ങി ചാകാൻ പോവുകയാണ് ഗേസ്. മരണത്തിന്റെ ഓരോ മൊമെന്റും പിടച്ചിന് വിറയലും അടക്കം ലൈവായി കാണിക്കാൻ പോവുകയാണ് ഗേസ്. ആരാ ഈ പേപ്പട്ടി? അത് കേരളത്തിലെ പുതിയ ട്രെൻഡാണ്. ഒരു കോലിൽ പടം കാണാൻ സൂത്രം കെട്ടിവെച്ച് സ്വന്തം അപ്പൻ ചാവണ വരെ ലൈവ് ഇട്ട് കാശുണ്ടാക്കുന്ന ടീമാ. പറയൂ ശാന്തേച്ചി,
ആത്മഹത്യ ചെയ്യുന്ന ഈ മൂമെന്റിൽ എന്താണ് നമ്മുടെ ചങ്കുമച്ചാന്മാരോടത്ത് ശാന്തച്ചിക്ക് പറയാനുള്ളത്? പറയൂ പറയൂ. ഹേ ഗയ്സ്, ഇത് കണ്ടിട്ട് ഇനി ചൊറിഞ്ഞു വരെ ക്യാൻസർ വന്ന് ചികിത്സക്ക് കാശില്ലാതെ ബാങ്കിൽ നിന്ന് 2 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്ത് കൊടുക്കാനും നിവൃത്തിയില്ല. അങ്ങേരും പോയി, എന്റെ കാശും പോയി. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നത് കൂലി വേല ചെയ്ത് 3 കൊല്ലം ഞാൻ അടച്ചു. കഴിഞ്ഞ 1 വർഷമായി മുടങ്ങിപ്പോയി. കടം വച്ച കൊടുക്കണ്ടേ ശാന്തേച്ചി? ഇല്ലഞ്ഞിട്ടാ പണിയെടുക്കാൻ ആരോഗ്യം അനുവദിക്കണില്ല. എനിക്ക് കുറച്ച് സാവകാശം കിട്ടിയ എങ്ങനെയെങ്കിലും ഞാൻ കടം മറിച്ച് അടച്ചോളാം. എനിക്ക് കേറി കിടക്കാൻ വേറെ ഇടയില്ല. ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ. അരുത് തിരുമനസേ. നമ്മുടെ പ്രജ ഒരു സഹായത്തിനായ അപേക്ഷിക്കുമ്പോൾ നമുക്ക് എന്തിനാണോ കണ്ടാഭരണം? ഒരു തരത്തിൽ കാലഘടികാരത്തിന് തെറ്റുപറ്റിയത് നന്നായി. തിരുവോണ നാളിൽ നാം വരുമ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുവാൻ അവരെല്ലാം ഇത്രയും കാലം സന്തോഷം അഭിനയിക്കുമായിരുന്നു അല്ലേ? താൻ എന്നെ തടഞ്ഞാലും എനിക്ക് അവരെ സഹായിച്ചേ പറ്റൂ. തിരുമനസേ, അങ്ങനെക്ക് കഴിയില്ല. ഭൂമിയിൽ ദൃശ്യരാകാനും അദൃശ്യരാകാനും നമുക്കൊരു തവണയേ കഴിയൂ. അത് രണ്ടും നാം ഉപയോഗിച്ചു കഴിഞ്ഞു. അരൂപികളായവർക്ക് മനുഷ്യർക്കിടയിൽ യാതൊരു സ്ഥാനവുമില്ല. അപ്പോൾ ആരും സഹായത്തിനില്ലാതെ ശാന്തേച്ചി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ശാന്തേച്ചി, ഞാൻ ഈ ആത്മഹത്യ 6 ഷോട്ടായാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം വൈഡ് ഷോട്ട്, പിന്നെ നോക്കാം. ക്യാമറ ദൂരെ നിന്ന് വരുമ്പോൾ ചേച്ചി കസേരയിൽ കയറി 10-15 നോക്കിക്കണ്ട് ചെയ്യണേ. ശാന്തേച്ചി, ഏതായാലും നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചില്ലേ? എനിക്ക് വേറെ വഴിയില്ല മോനെ. കടത്തിനെ കിടക്കുന്നതിനും ഭേദം അതല്ലേ നല്ലത്. ശരി, ചേച്ചിയുടെ ഇഷ്ടം പോലെ ആയിക്കോ. പക്ഷെ നമുക്ക് ഒരു 10 മിനിറ്റ് സമയം തരണം. ടിസ്റ്റ് ഗൈസ്. വാടാ മോനെ. ഗൈസ് ഇങ്ങോട്ട് നോക്കൂ, എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ. നമുക്ക് ഈ പേപ്പറ്റി വ്ളോഗറിന്റെ വീഡിയോ ഒന്ന് പഠിപ്പിക്കണ്ടേ? കൊണ്ടുപോയിട്ട് വാ. ശരിയാ ചേട്ടാ. Wow, is it true? Hey guys, നിങ്ങൾ എന്താണ് ഒന്നുമില്ലടാ മോനെ, അല്ലാണ്ട് ആഗ്രഹമില്ല, അതാണ് സാധിച്ചത്. വക്ര, എന്താ അവിടെ നടക്കുന്നത്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ സസ്പെൻസ് ഒന്നും ഇല്ല തിരുമേനി. ചെക്കന്മാരവനെ പഞ്ഞിക്കിടാൻ കൊണ്ടുപോയത്. നമുക്ക് കാണാൻ പോയാലോ? അയ്യോ, അത് വേണ്ട. നമുക്ക് ഇവിടെ ഇരുന്ന് ബാക്കി കാഴ്ചകൾ കാണാം. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോളെ. ഞങ്ങളുടെ ക്ലബ്ബുകാർ ഇത്തവണ ഓണം ആഘോഷിക്കുന്നില്ല. പകരം പിരിവെടുക്കുന്ന പൈസ കൊണ്ട് ശാന്തേച്ചിയുടെ കടങ്ങളെല്ലാം തീർക്കാം. എന്താ പിള്ളേരെ, അജയനും കറക്റ്റ് അല്ലേ? നാളെ നമ്മൾ ബാങ്കുകാരെ കണ്ട് സംസാരിക്കാം. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ആരുടെയെങ്കിലും വീട്ടില് ചേച്ചിക്ക് സുരക്ഷിതമായിട്ട് കിടന്നുറങ്ങാം. എന്താ പോരെ മക്കളെ? പേപ്പട്ടി ഒരു ഹാപ്പി എൻഡിങ്ങും ടൈനിങ് ഔട്ട് പറയടാ. അത് വേണോ? എടോ വക്ര, താനല്ലോടോ പറഞ്ഞത് നമ്മുടെ യുവപ്രജകൾ കള്ളും കഞ്ചാവുമാണെന്ന്? എന്നാ അങ്ങനെയല്ല. അവന്മാര് പുലികളാ, പുലികൾ. ഇനിയും കർക്കിടക പ്രഭാതങ്ങൾ ഉണരും. മാവേലിത്തറകളിൽ അവതാരങ്ങൾ വരും. മാനുഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അവതാരങ്ങൾ അരൂപികൾ മാത്രമാണ്, നന്മയുടെ പൂർവസൂചികളായ അരൂപികൾ. ഹാപ്പി ഓണം.